ഒരു മാസം പോലും തെറ്റാതെ വാടകയും ദിനവത്തിയും കൂപ്പണും ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. എന്തൊരു നാറിയ മാധ്യമ പ്രവർത്തനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ വയനാട് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഗവൺമെന്റ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ദുരന്തബാധിതരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് ടൗൺഷിപ്പ് നിർമ്മിച്ചെടുക്കുന്നു. ടൗൺഷിപ്പ് നിർമ്മിച്ചെടുക്കൽ അവിടെ കെടുക്കട്ടെ, പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് എനിക്ക് പറയാനുള്ളത്, അത് നിർമ്മിച്ചു നൽകുന്ന ആ കാലഘട്ടം മുഴുവൻ, എത്ര കാല ഇളവാണോ, ആ മാസങ്ങൾ മുഴുവൻ, ആ വർഷങ്ങൾ മുഴുവൻ അവർക്ക് ജീവിക്കാനുള്ള ദിനബത്ത, അവരുടെ വീട്ടുവാടകയ്ക്കുള്ള പൈസ, അവിടെ ഓരോരോ അംഗങ്ങൾക്കുള്ള 300 രൂപ വെച്ചുള്ള പൈസ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10-25,000 രൂപ ഓരോ മാസം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നു വീഴുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമായിരിക്കും. അത് LDF ഗവൺമെന്റ് ഇതാ ഇപ്പോഴും നടത്തുന്നുണ്ട്. അപ്പോഴാണ് റിപ്പോർട്ടർ പോലുള്ള ചില ചാനലുകൾ അവിടെ വിള്ളൽ വന്നിരിക്കുന്നു എന്ന രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങളും ചില പരിപാടികളും ചില വീഡിയോ പ്രചരണവും നടന്നിട്ട് വയനാട് വീട് മുഴുവൻ വിള്ളലാണ്, ഇതിപ്പോ തകർന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ആർക്കും നേരം വരെ താമസിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. ആ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മന്ത്രി കെ രാജൻ തന്നെ അവിടേക്ക് വരുന്നത്. വരിക മാത്രമല്ല, കേറി പരിശോധിച്ചു. അപ്പോഴാണ് മനസ്സിലായത് അത് മാർക്കിംഗ് ആയിരുന്നു, നമ്മുടെ പേന മാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വലിയ കട്ടിയുള്ള പേന ഇല്ലയോ, ആ മാർക്കർ മാർക്കിംഗ് ആണ് അവിടെ കാണുന്നതാണ്. അദ്ദേഹം പരിശോധിക്കുന്ന വീഡിയോ കണ്ടോക്ക്. അതല്ലല്ലോ എവിടെ, വയനാട് ദുരന്തബാധിതരെ വളരെ പെട്ടെന്ന് തന്നെ 1 വർഷത്തിനുള്ളിൽ തന്നെ നേരിട്ട് ആ കെട്ടിടത്തിന്റെ ആ ഭാഗത്ത് കണ്ട ചെറിയൊരു വര, അതിന്റെ കൃത്യമായി നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിന്റെ ഭാഗമായി മന്ത്രി കെ രാജൻ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെട്ടിടങ്ങൾക്ക് വലിയ രീതിയിൽ വിള്ളൽ ഉണ്ടായി എന്നുള്ള വ്യാജ വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാകെ തന്നെ മാധ്യമങ്ങളിൽ കേരളത്തിന്റെ അതൊരു പെൻസിൽ മാർക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇതിനെയാണ് വിള്ളലായി കണ്ടത്. അതിന് നുണ പരത്താൻ, നുണവാർത്തകൾ ചമയ്ക്കാൻ മാധ്യമങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാവുകയാണ്. ഏത് മാധ്യമമാണ് ഇതിനു വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചതെന്ന് നമുക്ക് വളരെ വൃത്തിയായിട്ട് അറിയാം. ആ മാധ്യമങ്ങളൊക്കെ ഇനി ഈ ഒരു വാർത്ത കൊടുക്കുന്ന സമയത്ത് വളരെ മാന്യമായിട്ടുള്ള കാര്യം പറയട്ടെ. ഫോർ എക്സാമ്പിൾ, ഒരു മാധ്യമം ഇനിയിപ്പോ കൈരളി ചാനൽ തന്നെ ഒരു കുറ്റമായിട്ട് എടുക്കാം. കൈരളി ചാനലാണ് ഇങ്ങനെ വിള്ളൽ ഉണ്ടെന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പൊ അവരാണത് പ്രചരിപ്പിച്ചെന്ന് വിചാരിക്കുക. പിറ്റേ ദിവസം മന്ത്രി തന്നെ കെ രാജൻ എന്ന സ്ഥലത്തെത്തുന്നു. അദ്ദേഹം അത് കയറി പരിശോധിക്കുന്നു. അതൊരു മാർക്കിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം അത് ഒരത്തി നോക്കുന്നു. ഇത് വിള്ളലല്ല, മാർക്കിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നു. അല്ലേ? മാർക്കിംഗ് ആണെന്ന് മനസ്സിലായപ്പോൾ ആ വാർത്ത അദ്ദേഹം ജനങ്ങളോട് പറയുമ്പോൾ അതുകൂടി കൊടുക്കാനുള്ള മാന്യത, പച്ച മലയാളത്തില് അതുകൂടി കൊടുക്കാനുള്ള മാധ്യമ ധാർമ്മികത കാണിക്കണം. ഏത് മാധ്യമമാണോ അത് വിള്ളലുണ്ടെന്ന് പറഞ്ഞ് ആ മാധ്യമങ്ങൾക്ക് ആ ഒരു ധാർമ്മികത വേണം. ആ ധാർമ്മികത ഇല്ലാതെ ഇത് ലൈവായി പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഏത് വിള്ളലില്ല എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട പരിപാടി ലൈവായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലൈവ് മുക്കിക്കൊണ്ടുപോകുന്ന വാർത്തകൾക്ക് കാണണോ? ആ ലൈവ് മുക്കിയിട്ട് മറ്റു വാർത്തകളിലേക്ക് പോകുന്ന ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകയുടെ വർത്തമാനം നിങ്ങൾക്ക് കേട്ടോ? ഒരു മാസം പോലും തെറ്റാതെ കേൾക്കണോട്ടാ. ലൈവാണ് കേട്ടാ, ഇത് ലൈവാണ്. ഇത് റിപ്പോർട്ടർ ചാനലിലെ ലൈവാണ്. ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞതുപോലെ സർക്കാരിന്റെ ഔദാര്യമൊന്നുമല്ല, അത് നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഒരു ദുരന്തം ഉണ്ടായി 21 മാസം, ഈ പ്രസ്തുത വീടുകൾ കൈമാറുമെന്നാണ് ഊരാളുങ്കൽ സൊസൈറ്റി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളൽ തുടർന്ന് മന്ത്രി അവിടെ സന്ദർശനം നടത്തുകയായിരുന്നു. ഇപ്പോഴെന്താ പറഞ്ഞേ? വീടുകളിൽ വിള്ളലുകൾ വന്നതിനെ തുടർന്ന് മന്ത്രി അവിടെ സന്ദർശനം നടത്തുകയായിരുന്നു എന്നാണ്. അല്ലാതെ ആ വിള്ളൽ അവിടെ ഇല്ല എന്നും ആ വിള്ളലിന് പകരം അവിടെ ഉള്ളത് മാർക്കിങ്ങുകളാണെന്നും ആ മാർക്കിങ്ങുകള് വിള്ളലാണെന്ന് തെറ്റിദ്ധരിച്ചതാണെന്നും ഒരു വരി പറയാൻ എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾക്ക് സാധിക്കാതിരിക്കുന്നത്? ഇവരെങ്ങണ്ട ഇട്ടേച്ച് ഓടുന്നേ? ഇദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, എന്താണ്, ചില മാധ്യമപ്രവർത്തകര് ഇത് സർക്കാരിന്റെ ഔദാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണെന്നേ, ആ സർക്കാരിന്റെ ഔദാര്യമല്ല എന്ന് പറഞ്ഞ ആള് തന്നെയാണ് ഈ വാർത്താ മാധ്യമം ഇപ്പോൾ ഇട്ടേച്ച് ഓടുന്നതും. ഇനി ഇദ്ദേഹത്തിന് ഫുള്ള് വാക്കുകൾ കേട്ടോളൂ. 20 മാസവും ഒരു മാസം പോലും തെറ്റാതെ വാടകയും
ദിനപത്രിയും കൂപ്പണും ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞതുപോലെ സർക്കാരിന്റെ ഔദാര്യമൊന്നുമല്ല, അത് നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഒരു ദുരന്തം ഉണ്ടായി 21 മാസം, ഈ മാസം അടക്കം മുറതെറ്റാതെ അത് കൊടുക്കുന്നത് ഒരുപക്ഷെ ഇവിടെ ഉണ്ടായി ചൂരൽമല ദുരന്തത്തിൽ മാത്രമായിരിക്കും, കേരളത്തിൽ മാത്രമായിരിക്കും. ഒരു സംശയമില്ല. STRF-ൽ നിന്ന് സാധാരണ അത് അനുവദിക്കാൻ പറ്റുക 3 മാസക്കാലത്തേക്കാണ്. സർക്കാർ സെൻട്രൽ ഗവൺമെന്റിന്റെ നോംസ് അനുസരിച്ച് കൂടിയാൽ 3 മാസം കൂടി കൂട്ടി കൊടുക്കാൻ 6 മാസം. പക്ഷെ 21 മാസക്കാലമായിട്ടും അത് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ജൂൺ മാസം വരെയുള്ള ഉത്തരവുള്ളത് കൊണ്ട് മറ്റൊന്നും ഭയക്കേണ്ടതില്ല. ഓക്കെ, സംഗതി വളരെ വ്യക്തമാണ്. അപ്പൊ ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞിരുന്നത് സർക്കാരിന്റെ ഔദാര്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് മാധ്യമ പ്രവർത്തകയാണ് നിങ്ങൾക്കറിയോ? ഒരു സംശയമില്ല, സ്മൃതി പരുത്തിക്കാടാണ്. സ്മൃതി പരുത്തിക്കാടാണ് ഒരിക്കൽ അങ്ങനെ ഇത് സർക്കാരിന്റെ ഔദാര്യമല്ല എന്ന രീതിയിൽ ഇതിനെ പറഞ്ഞു വെച്ചത് കേട്ടോ. എന്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഇവിടെ റോഡ് വന്നില്ലേ, വികസനം വന്നില്ലേ, ഞങ്ങൾ പെൻഷൻ തന്നില്ലേ എന്ന വാദം കൊണ്ട് അത് മറികടക്കാൻ കഴിയില്ല. ഇനി മുദ്രാവാക്യത്തിൽ പോലും ചില പ്രശ്നങ്ങളുണ്ട്. സർക്കാർ മുന്നോട്ട് വെച്ച LDF അല്ലാതെ മറ്റാരെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളല്ലാതെ നിങ്ങൾക്ക് ആരാണ് വേറെ നിങ്ങൾക്ക് കാര്യങ്ങൾ തരാനെന്ന് പറയുമ്പോൾ അതിലൊരു ധാർഷ്ട്യത്തിന്റെ ഭാവമുണ്ട്. അതൊരു ശരിയായ മുദ്രാവാക്യമാണോ എന്നുള്ളതും ഞാൻ സംശയിക്കുകയാണ്. ഞങ്ങൾ എന്നതിൽ പകരം ഞങ്ങൾ എന്നല്ല ഉദ്ദേശിച്ച് ഞാൻ എന്ന് തന്നെയാണ് ചിത്രങ്ങളിൽ നമ്മൾ കാണുന്നത്. ഞങ്ങൾ എന്ന് പറയുമ്പോഴും അവിടെ കണ്ടുപിടിക്കുന്ന ഒരൊറ്റ ചിത്രമാണ്, ഒരൊറ്റ മുഖമാണ്. CPM-ന് പതിവില്ലാത്തതാണ്. അങ്ങനെ CPM ഒരു നേതാവിനെ കേന്ദ്രീകരിച്ചാൽ അതിനെ ശക്തിയുക്തം എതിർക്കുകയും അത് വെട്ടിക്കളയുന്ന രൂപത്തിലും VS-ന് വന്നിരുന്ന പിന്തുണയെ ഏത് രൂപത്തിൽ അതിനെ എതിർത്തു. VS എന്നൊരൊറ്റ നേതാവിലേക്കല്ല ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അത് തപ്പി വെക്കരുത്. ഇവര് പണ്ട് എന്താണ് ഇത് സർക്കാരിന്റെ ഔദാര്യമല്ല എന്ന രീതിയിലൊരു ഡയലോഗ് പറഞ്ഞായിരുന്നു. അതിനൊക്കെ തുടർന്നാണ് ഇവര് അതിഭീകരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്രമിക്കപ്പെട്ടത് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ആക്രമിക്കപ്പെട്ടൊന്നുമില്ല, ഇവരെ വായി തോന്നി എന്തൊരു വർത്തമാനം പറഞ്ഞു, നാട്ടുകാരെ അതിനെ എതിർത്തു എന്നുള്ളതാണ് സംഭവിച്ചത്. കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് നൽകിയിട്ടും വീട് പണിത് കൊടുത്തു, അതിലേക്ക് താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ നിമിഷം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് 13 പേരെ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ കാണാൻ വരിക, എന്നിട്ട് നമിക്കുക, കാലിൽ തൊട്ട് വന്നിക്കുക, എന്നിട്ട് വരൂ +130 പേര് അവിടെ ദുരന്തബാധിതരായ ആൾക്കാർ കോൺഗ്രസിന്റെ വീട് പ്രതീക്ഷിച്ച് കഴിയുന്നുണ്ട്. അവരെ കുറിച്ച് സ്മൃതിക്ക് ഒരേ ആശങ്കയില്ലല്ലോ. അതിനൊന്നും ആശങ്കയില്ല. സ്മൃതി ആ 130 പേര് എന്ത് ചെയ്യണം? സ്വാഭാവികമായി ചോദിക്കണം. പിരിവെട്ടിയ പോലെ ഇരിക്കുന്നത്. എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വീട് പണി തുടങ്ങിയെന്ന്? പിന്നെന്താ KPCC പ്രസിഡന്റ് പറഞ്ഞത് വീട് പണിക്കുള്ള പൈസ ഇല്ലെന്ന്? ഇതൊക്കെ പിന്നെ വിശദീകരിച്ചതാണ്. ആര് വിശദീകരിച്ചു? ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. ഇന്നലെ വരെ അല്ലല്ല ഇതാണ് സുഹൃത്തുക്കളെ അന്ന് ഉണ്ടായ സംഭവം. ഇതാണ് ഈ വെല്ലുവിളിയുടെ ഭാഗമായിട്ടാണ് സ്മൃതി പരുത്തിക്കാട് എന്ന് പറഞ്ഞ ഇത് ഒരു സർക്കാരിന്റെയും ഔദാര്യമല്ല, സർക്കാർ കൊടുക്കേണ്ടതന്നെയാണ്, ഇവിടെ സർക്കാരാണ് വീട് കൊടുക്കേണ്ടത് അല്ലാതെ പ്രതിപക്ഷമല്ല വീട് കൊടുക്കേണ്ടത് എന്നുള്ള വർത്തമാനങ്ങളൊക്കെ സ്മൃതിയുടെ വായിൽ നിന്ന് വന്നിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വർത്തമാനം തീർച്ചയായിട്ടും സ്മൃതിക്ക് അറിയാം. തനിക്കുള്ള കൊട്ടാണ് രാജന്റെ കയ്യിൽ നിന്നാ വരുന്നേ. പിന്നെ എഴുന്നേറ്റ് ഓടാതിരിക്കാൻ പറ്റുമോ? ആ ഓട്ടം ഒന്നുകൂടി കണ്ടോളൂ. ഒരു മാസം പോലും തെറ്റാതെ വാടകയും ദിനപത്രിയും ലൈവ് പോയിക്കൊണ്ടിരിക്കട്ടെ. റിപ്പോർട്ടറില് ഇപ്പൊ നിർത്തും. ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞതുപോലെ സർക്കാരിന്റെ ഔദാര്യമൊന്നുമല്ല, അത് നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഒരു ദുരന്തം ഉണ്ടായി 21 മാസം, ഈ മാസം ആദിവാരം വീടുകൾ കൈമാറുമെന്നാണ് ഊരാളുങ്കൽ സൊസൈറ്റി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളൽ കണ്ടതിനെ തുടർന്ന് മന്ത്രി അവിടെ സന്ദർശനം നടത്തുകയായിരുന്നു. എങ്ങനെയുണ്ട്? മാന്യമര്യാദയ്ക്ക് അത് വിള്ളലിൽ കണ്ടത് തുടർന്നതിനേക്കാൾ അപ്പുറം വിള്ളലിൽ കണ്ടത് തുടർന്ന് അവിടെ അന്വേഷണം നടത്തി അത് വിള്ളലല്ലാന്ന് കണ്ടെത്തി, അത് പെൻസിൽ മാർക്കിംഗ് ആണെന്ന് കണ്ടെത്തി എന്നെങ്കിലും പറയാനുള്ള ഒരു തൽപ്പം ധാർമ്മികത ഈ മാധ്യമങ്ങൾക്ക് വേണ്ടേ? അല്ല വേണ്ടേ? നിങ്ങൾ പറ. ബൈ.